യാതൊരു മടിയും കൂടാതെ അവതരിപ്പിച്ച ശിഷ്യപ്രമുഖൻ തോമസ് ലീഹ. അദ്ദേഹത്തിന്റെ ചിന്തകളും ഭാവങ്ങളും ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. തോമായുടെ സംശയം. ഞങ്ങൾ കർത്താവിനെ കണ്ടു. നിങ്ങൾ ചുമ്മാ പറയുന്ന എന്നെ കബളിപ്പിക്കാൻ വേണ്ടി. എന്നാലും നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ കർത്താവിനെ കണ്ടു. എപ്പ കണ്ടു എന്നാ പറയുന്നേ? കുറച്ചു മുമ്പ് വരെ നമ്മൾ ഒന്നിച്ചല്ലായിരുന്നു. അന്നൊന്നും വരാത്ത കർത്താവ് ഞാൻ ഇവിടെ നിന്ന് പോയ അല്പം നേരം കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു എന്ന് പറഞ്ഞാല് അത് വിശ്വസിക്കാൻ വേറെ ആളെ നോക്കണം. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. ഇത്രയും കാലം നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞിട്ടും നിന്നോട് ഞങ്ങൾ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ? നിന്നെ കബളിപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നീ വിശ്വസിക്കുക എന്നത് നിന്റെ മാത്രം കാര്യമാണ്. ഞാൻ വിശ്വസിക്കാം. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ വിശ്വസിക്കാം. അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈകൾ വയ്ക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല. എട്ട് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് സമാധാനം. നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ.